നമസ്കാരം. പ്രശസ്ത അവതാരക രഞ്ജിനി ഹരിദാസ് തന്റെ കരിയറിൽ നേരിടേണ്ടി വന്ന 2 ഞെട്ടിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ. വേദികളിലും ക്യാമറയ്ക്കും മുന്നിൽ അതീവ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന രഞ്ജിനിയെ പോലും ഇത്തരം മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ദുബായിൽ വെച്ചുണ്ടായ ഒരു സംഭവം കണ്ണൂരിൽ വെച്ചുണ്ടായ മറ്റൊരു സംഭവമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ദുബായിൽ പോയപ്പോഴാണ് രഞ്ജിനിക്കും മറ്റ് കൂടെ ഉണ്ടായിരുന്നവർക്കും മോശമായ അനുഭവം നേരിടേണ്ടി വന്നത്. സാധാരണയായി വിദേശത്തുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലാണ് രഞ്ജിനി താമസിക്കാറുള്ളത്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ചില സഹപ്രവർത്തകർ തങ്ങൾക്ക് താമസിക്കുന്നിടത്ത് സുരക്ഷിതത്വം ഇല്ലെന്ന് രഞ്ജിനിയോട് പറഞ്ഞു. രാത്രിയിൽ ആരോ റൂമിൽ വന്ന് കതകിൽ തട്ടുന്നുണ്ടെന്നും അവർ പരാതിപ്പെട്ടു. ഇതിനിടയിൽ ഷോയുടെ സ്പോൺസർ തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നല്ലൊരു ലഞ്ച് കഴിക്കാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിനി അതിന് സമ്മതിച്ചു. എന്നാൽ ലഞ്ച് കഴിഞ്ഞ ശേഷം ഫോൺ വാങ്ങിത്തരാമെന്നും കടയിൽ പോകാം എന്നും പറഞ്ഞ് അയാൾ നിർബന്ധിക്കുവാൻ തുടങ്ങി. ഇതിൽ അസ്വസ്ഥത തോന്നിയ രഞ്ജിനി അത് തള്ളിക്കളഞ്ഞു. പിന്നീട് എല്ലാവരെയും ഡിന്നറിന് ക്ഷണിച്ചുകൊണ്ട് വളരെ ദൂരെയുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പലരും മദ്യപിക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്നാണ് കരുതിയത്. എന്നാൽ അവിടെ വലിയ അസ്വസ്ഥതകളാണ് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഇത് മനസ്സിലാക്കിയ രഞ്ജിനി ഉടൻ തന്നെ ദേഷ്യത്തോടെ പ്രതികരിച്ചു. ഇത് കേരളമല്ല, ദുബായിയാണ്. ഞാൻ ഒറ്റ കോൾ ചെയ്താൽ മതി, എല്ലാം തീരുമെന്ന് അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആ സാഹചര്യത്തിൽ പേടിക്കാതെ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയതിനാലാണ് താനും മറ്റ് ആർട്ടിസ്റ്റുകളും അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് രഞ്ജിനി ഓർക്കുന്നുണ്ട്. ദുബായിൽ സംഭവം മാത്രമല്ല, നാട്ടിൽ നടന്ന ഒരു സംഭവം രഞ്ജിനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ ഒരു പരസ്യ ചിത്രീകരണത്തിന് പോയപ്പോഴായിരുന്നു അത്. ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ക്ലയന്റ് പണം നൽകാനായി രഞ്ജിനിയുടെ റൂമിലേക്ക് എത്തി. പണം വാങ്ങിയ ശേഷം രഞ്ജിനി പോകാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അയാളുടെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമായത്. അയാളുടെ കൂടെ കിടക്കണമെന്നായിരുന്നു ആ വ്യക്തിയുടെ ആവശ്യം. ഇത് കേട്ടതോടെ രഞ്ജിനിക്ക് കലിപ്പും ദേഷ്യവും വന്നു. സ്റ്റാർ സിംഗർ മുതൽ വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ ആഷിഖ് ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ കോർഡിനേറ്ററിനെ വിളിച്ചു വരുത്തി അയാളെ ചോദ്യം ചെയ്തു. അയാളുടെ വീട്ടിലേക്ക് വരണമെന്നും ഭാര്യയും മക്കളും ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ വിശ്വസിച്ചാണ് രഞ്ജിനിയും ഭാര്യയെയും മക്കളെയും കാണാമെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നീട് നടന്ന കാര്യങ്ങൾ കേട്ട് രഞ്ജിനി ഞെട്ടിപ്പോയി. എങ്കിലും ആ അവസ്ഥയിലും അവർ പക്വതയോടെയാണ് പെരുമാറിയത്. അയാൾ തന്നെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് രഞ്ജിനി നിർബന്ധിച്ചു. ആ വ്യക്തിയെ കൂട്ടി രഞ്ജിനി അയാളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ അവിടെ ചെന്നപ്പോൾ രഞ്ജിനി യാതൊന്നും അവരോട് പറഞ്ഞില്ല. അയാളുടെ കുടുംബം താൻ കാരണം തകരരുതെന്ന് കരുതിയതിനാലാണ് അങ്ങനെ ചെയ്തതെന്നും എന്നാൽ എന്റെ ഉള്ളിൽ വലിയ ദേഷ്യമുണ്ടായിരുന്നുവെന്നും രഞ്ജിനി പറയുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം രഞ്ജിനി പറയുന്നത് ഒരു പാഠം എന്ന നിലയിലാണ്. പ്രശസ്തരായ നടിമാർക്കും അവതാരകർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നും അത് കണ്ടു പേടിക്കാതെ ധൈര്യത്തോടെ പ്രതികരിക്കുവാൻ കഴിയണമെന്നുമാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ നടക്കുമ്പോൾ മൗനം പാലിക്കാതെ തക്ക സമയത്ത് പ്രതികരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സുരക്ഷ. സമൂഹത്തിലെ പല ഉന്നത സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരും ഇത്തരം മോശം സ്വഭാവം ഉള്ളവരായ എന്ന് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയും ബോൾഡായി സംസാരിക്കുന്ന രഞ്ജിനി ഹരിദാസിനെ പോലൊരു വ്യക്തിക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കേണ്ടതും ഉണ്ട്. എങ്കിലും ഏത് സാഹചര്യത്തിലും പറയാതെ തന്റേതായ നിലപാടുകൾ എടുത്ത് മുന്നോട്ടു പോകുക എന്ന രഞ്ജിനിയുടെ ഈ രീതി പ്രശംസനീയമാണ്. ഈ സംഭവങ്ങൾ രഞ്ജിനി പങ്കുവച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് അവർക്ക് ലഭിച്ചത്. തുറന്നു പറച്ചിലുകൾ പലപ്പോഴും ഇത്തരക്കാർക്ക് ഒരു താക്കീതായി മാറുന്നതിൽ സംശയമില്ല. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വല്ലാത്തൊരു ആത്മധൈര്യം തന്നെയാണ് സ്ത്രീകൾക്ക് നൽകുന്നത്. അനാവശ്യമായ ഭയമില്ലാതെ പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മൾ പഠിക്കണം എന്ന വലിയ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രഞ്ജിനി മടിക്കില്ലെന്നും ഇത് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പാകും എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം ധീരമായി നേരിട്ട് രഞ്ജിനിയുടെ നിലപാട് ഏവർക്കും മാതൃകയാണ്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.